ഈ ഒരു ചാട്ടത്തോട് കൂടിയിട്ട് നമ്മൾ ഇന്ന് ലക്ഷദ്വീപിനോട് വിട പറയാണ് ഗൈസ്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന തീർത്താത്തിരാത്ത കടപ്പാടുള്ള ഇവിടുത്തെ കുറച്ച് മനുഷ്യരോടൊക്കെ യാത്ര പറഞ്ഞു പോകുമ്പോൾ വല്ലാത്തൊരു വിങ്ങലായിരുന്നു. നാട്ടിലോട്ട് പോകുന്ന ഒരു ദിവസം നീളുന്ന ഈ കപ്പൽ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. നാട്ടിലോട്ട് പോകുന്ന സന്തോഷം കണ്ടെങ്കിലും ദൂരെ നിന്ന് നമ്മളെ ദ്വീപ് ഇങ്ങനെ അകന്നകന്ന് പോകുമ്പോൾ ചെറിയൊരു സങ്കടം. അങ്ങനെ ഗൈസ് നമ്മളെ ലൈഫിലെ ആദ്യത്തെ കപ്പൽ യാത്രയും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവര് 3 പേരുള്ളതുകൊണ്ട് ഷിപ്പിലെ യാത്ര വൻ വൈബായിരുന്നു. ഇതൊക്കെ എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഫ്രണ്ട്സാണ് കേട്ടോ. കപ്പൽ കടലിന്റെ നടുക്കോട്ട് പോകും തോറും പിന്നീട് കിട്ടുന്ന കാഴ്ചകളൊക്കെ വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. തൊട്ടടുത്തുള്ള കവരത്തി ദ്വീപില് നമ്മൾ അപ്പാപ്പൻ അമ്മമ്മയ്ക്ക് ഇറങ്ങിപ്പോയപ്പോ പിന്നെ എനിക്കിതേ കമ്പനി എന്നത് ഇവൻ മാത്രമായിരുന്നു കേട്ടോ. ഷിപ്പിനകത്ത് തീരെ റേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൊബൈലൊക്കെ ഒരു ഭാഗത്തോട്ട് മാറ്റി വെച്ചിട്ട് കുറെ കാഴ്ചകൾ ഇരുന്നങ്ങോട്ട് കണ്ട്. ഈ ഒരു ടൈമിൽ കടല് പൊതുവെ ശാന്തമായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഷിപ്പിനകത്തൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒരു കാഴ്ചകളും കാണാനില്ല. അപ്പം പിന്നെ രാവിലത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ ഗൈസ് രാവിലത്തെ സൂര്യോദയം കഴിയുന്നതിന്റെ മുന്നേ തന്നെ നമ്മളെ ഷിപ്പ് കൊച്ചിയിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. ഈ ഒരു ഷിപ്പ് കൊച്ചിയിൽ അടുക്കുന്നതോട് കൂടിയിട്ട് നമ്മളെ ലക്ഷദ്വീപിലെ വ്ളോഗും ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ യാത്രകളും കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. ഇനി ബാക്കി നാട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.